ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഡോഡമി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് സ്റ്റഡീസിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ്, ദറ്റ് ഈസ് പ്ലാനിങ്. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്തെല്ലാം നമ്മൾ പഠിക്കണം. അപ്പം പ്ലാനിങ് എന്നുള്ള ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് പ്ലാനിങ്ങിൻ്റെ ഒരു മീനിങ്ങും അതിൻ്റെ ഡെഫിനിഷൻസുമാണ്. മീനിങ് ആൻഡ് ഡെഫിനിഷനാണ്. അതിൽ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. പിന്നെ അവിടെ പഠിക്കേണ്ട ടോപ്പിക് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിൻ്റെ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, എന്തെല്ലാമാണ് അതിൻ്റെ പ്രാധാന്യങ്ങൾ. അതിൽ കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. ദറ്റ് ഈസ് പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. പ്ലാനിങ് ഒരു ഡയറക്ഷൻ നൽകുന്നു. അതേപോലെ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് റിസ്ക് ഓഫ് അൺസെർട്ടനിറ്റിയെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അനിശ്ചിതാവസ്ഥയെ റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ അതുപോലെ റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്, അതായത് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള, അതായത് റിഡൻഡൻ്റ് ആയിട്ട് വരുന്ന ആവർത്തിച്ചു കൊണ്ടുവരുന്ന ആക്ടിവിറ്റീസിനെ എല്ലാം റെഡ്യൂസ് ചെയ്യുവാനും, അതേപോലെ വേസ്റ്റ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസിനെ എല്ലാം ഒഴിവാക്കിയെടുക്കാനും പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണത്. പ്ലാനിങ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതായത് ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്നും ഒരു ആൾട്ടർനേറ്റീവ്സിനെ, വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ്സിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ പ്ലാനിങ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇത്രയുമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടൻസ് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ സെക്കൻഡ് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, പഠിച്ചു വെക്കുക. ദെൻ തേർഡ് ടോപ്പിക്കായിട്ട് വരുന്നത് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. അപ്പോൾ ഇത് പഠിക്കാൻ ഒരു ചെറിയൊരു ടെക്നിക്കാണ്. മാനേജ്മെൻറ്റിൻ്റെയും പ്ലാനിങ്ങിൻ്റെയും ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. മാനേജ്മെൻറ്റിൻ്റെ ഓൾമോസ്റ്റ് ഫീച്ചറും പ്ലാനിങ്ങിൻ്റെതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ച സമയത്ത് അത് പ്ലാനിങ്ങിലേക്ക് കൂടെ ഉപകരിക്കുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. പിന്നെ അത് കൂടാതെ അഡീഷൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് പ്ലാനിങ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫ്യൂച്ചറിസ്റ്റിക് ആക്ടിവിറ്റി. ദെൻ അതേപോലെ പ്ലാനിങ് ഇൻവോൾവ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, മറ്റൊരു ഫീച്ചറാണ് പ്ലാനിങ് ഇൻവോൾവ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ദെൻ ഇറ്റ് ഈസ് എ മെൻ്റൽ എക്സസൈസ്. പ്ലാനിങ് എന്ന് വെച്ചാൽ അതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്, മെൻ്റൽ എക്സസൈസ് ആണ് പ്ലാനിങ്. ഇതെല്ലാമാണ് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടത്. ബാക്കിയെല്ലാം ഏതിൻ്റെ ഫീച്ചർ തന്നെയാണ് വരുന്നത്? മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചർ തന്നെയാണ് വരുന്നത്. കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതേപോലെ ഹെൽപ്സ് ഇൻ ഓർ ഇറ്റ് ഇസ് ഫോക്കസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്, ദാറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്, ഈസ് പെർവാസീവ്. ഇതെല്ലാമാണ് മറ്റു ഫീച്ചറായിട്ട് വരുന്നത്. സോ അതാണ് മറ്റൊരു ടോപ്പിക്കായിട്ട് വരുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. നമ്മൾ ഏകദേശം എല്ലാ കാര്യത്തിൻ്റെയും ലിമിറ്റേഷൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചു വെക്കുന്ന ഒരു പോയിന്റാണ് ടൈം കൺസ്യൂമിങ് പ്രോസസ്. അതേപോലെ പ്ലാനിങ് ക്രിയേറ്റ് റിജിഡിറ്റി, അതായത് ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആക്ച്വലി പ്ലാനിങ് എന്ന് വെച്ചാൽ ഒരു ഫ്രെയിം വർക്കാണ്. അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഫ്രെയിം വർക്കിനുള്ളിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇറ്റ് ക്രിയേറ്റ്സ് റിജിഡിറ്റി. ദെൻ ഇറ്റ് ഡസ് നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് വരുന്ന ഒരു എൻവയോൺമെൻറ്റിൽ എന്ത് സ്യൂട്ടബിൾ അല്ല? പ്ലാനിങ് സ്യൂട്ടബിൾ അല്ല. സോ ഇറ്റ് ഡസ് നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ദെൻ ഇറ്റ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി. എംപ്ലോയീസിനിടയിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്കിൽ ഉണ്ടായിരിക്കേണ്ട ക്രിയേറ്റിവിറ്റിയെ പലപ്പോഴും ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ് ഇൻവോൾവ് ആണ്. ദെൻ പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്ലാനിങ് ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നില്ല? സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. സോ ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്ലാനിങ് പ്രോസസ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാനിങ് പ്രോസസ്സ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, പലപ്പോഴായിട്ട് ചോദിച്ചതാണ്. സോ പ്ലാനിങ് പ്രോസസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെറ്റിംഗ് ഓബ്ജക്റ്റീവ്സ്. അതായത് ആദ്യത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രെമിസസ് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. പ്രെമിസസ് ആർ അസംഷൻസ്
പ്ലാനുകളെ കുറിച്ചുള്ള ചില അസംഷൻസ് ആണ്, നമ്മളെ പ്ലാനുകളെ കുറിച്ചുള്ള കുറേ അസംഷൻസുകളാണ്. അത്തരത്തിലുള്ള അസംഷൻസുകൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ദെൻ തേർഡ് സ്റ്റെപ്പ് ഐഡന്റിഫൈയിങ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനെ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. അതായത് ഒന്നിൽ കൂടുതൽ മാർഗങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ്. ആ ആൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിൽ ഓരോ ആൾട്ടർനേറ്റീവ്സിനെയും നമ്മൾ ഓരോ മാർഗങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് സെലക്ടിങ് ആൻ ആൾട്ടർനേറ്റീവ്. അതിൽ ഏതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവിനെ, ബെസ്റ്റ് ആൾട്ടർനേറ്റീവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ സിക്സ്ത് സ്റ്റെപ്പായിട്ട് ദെൻ ഇംപ്ലിമെന്റ് പ്ലാനിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്തതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് സിക്സ്ത് സ്റ്റെപ്പ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ഫോളോ അപ്പ് ആണ്. ഫോളോ അപ്പ് ആക്ഷൻ. അതിനെ നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യാണ്. അത് എത്രത്തോളം സക്സസ് ആയി എന്ന് ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് പ്ലാൻ. ടൈപ്സ് ഓഫ് പ്ലാനിൽ ഫസ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് മീൻസ് ഇറ്റ്സ് ദി എൻഡ് റിസൾട്ട്സ്. അതായത് ഒരു സ്ഥാപനം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ എൻഡ് റിസൾട്ടാണ് ഇത് ഒബ്ജക്റ്റീവ്. ദെൻ പോളിസിയാണ്. പോളിസി എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൻ്റെ പോളിസി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് which provides guidelines in decision making. Policies provide guidelines in decision making. Then procedure ആണ്. പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഒരു വർക്ക് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് ഇത് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ എൻ ഓർഡർലി മാനർ. ഒരു കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റോട് കൂടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇത് പ്രൊസീജിയർ. ദെൻ മെത്തേഡ്സ് ആണ് നെക്സ്റ്റ്. It is the formalized and standardized way of accomplishing repetitive or routine job. ഒരു റൊട്ടീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ജോബ് അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള വേ ആണ് ഇത് മെത്തേഡ്സ്. ദെൻ റൂൾസ് ആണ്. റൂൾസ് ആർ റിജിഡ് പ്ലാൻസ്. ഇതൊരു തരം റിജിഡ് പ്ലാൻ ആണ്. എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത്, എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സ്പെസിഫൈ ചെയ്യുന്നതാണ് ഇത് റൂൾ എന്ന് പറയുന്നത്. റൂള് കുറെ കൂടി എന്തായിരിക്കും? റിജിഡ് ആയിരിക്കും. ദീസ് ആർ സം കൈൻഡ് ഓഫ് റെഗുലേഷൻസ്. ഓക്കെ. ദെൻ പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാംസ് ആർ കോൺക്രീറ്റ് സ്കീം ഓഫ് ആക്ഷൻ. പ്രോഗ്രാംസ് ആർ കോൺക്രീറ്റ് സ്കീം ഓഫ് ആക്ഷൻ worked out by managers to attain certain objective. ചില ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി മാനേജേഴ്സ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ചില ആക്ഷൻസ് ആണ് ഏതെന്ന് പറയുന്നത് ഈ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്ട്രാറ്റജി ആണ്. സ്ട്രാറ്റജി മീൻസ് എന്താണ്? തന്ത്രമാണ്. ഇറ്റ്സ് എ മിലിറ്ററി ടേം. സ്ട്രാറ്റജി ഒരു മിലിറ്ററി ടേം ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റിലാണ്. ഒരു കോമ്പറ്റീറ്റേഴ്സിന്റെ ഇടയിൽ നമ്മളെ പൊസിഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നത്. ദെൻ ബജറ്റ് ആണ്. ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബജറ്റിന്റെ ചെറിയൊരു ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ദി expected results are expressed in numerical fact. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ടിനെ ന്യൂമറിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇത് ബജറ്റ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ വേരിയൻസ് ഓഫ് പ്ലാൻസ്. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചേക്കാം. അതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഒബ്ജക്റ്റീവ്, പോളിസി, റൂള്, മെത്തേഡ് ഇങ്ങനെ 4 ഐറ്റംസ് തന്നിട്ടുണ്ട്. 4 തരം പ്ലാൻ തന്നിട്ടുണ്ട്. ഇനി ഇതിന് മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെല്ലാമാണ് സ്യൂട്ടബിൾ ആവുന്നത് എന്ന് മാച്ച് ചെയ്യാം. ഇവിടെ 2 കോളമായിട്ടാണ് കാര്യങ്ങൾ തന്നിട്ടുള്ളത്. ഫസ്റ്റ് കോളത്തിൽ വിവിധ തരം പ്ലാനുകളും സെക്കൻഡ് കോളത്തിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചില പോയിന്റ്സുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റീവിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 40% ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ 40% പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതെന്താണ്? നമ്മുടെ ഒബ്ജക്റ്റീവാണ്. ദെൻ പോളിസിയാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. പോളിസി മീൻസ് നമ്മൾ പറഞ്ഞതാണ് നമ്മളെ ഒരു ജനറൽ ഗൈഡ് ലൈൻസ് ആണ് പോളിസി എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ പോളിസിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പ്രൊമോഷൻ ഈസ് ബേസ്ഡ് ഓൺ മെറിറ്റ്സ് ഓൺലി. പ്രൊമോഷൻ എന്തിനെ ബേസ് ചെയ്ത് മാത്രമാണ്? മെറിറ്റ്സിനെ ബേസ് ചെയ്ത് മാത്രമാണ് പ്രൊമോഷൻ നൽകുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് റൂളാണ്. റൂൾ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതാണ് ഇത് ചില റെഗുലേഷൻസ് ആണ്, റിജിഡ് പ്ലാനുകളാണ്.
അപ്പോൾ റൂളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് തന്നെയാണ്? അതിന് നേരെയുള്ള നോ സ്മോക്കിംഗ് തന്നെയാണ്. അതൊരു റൂളാണ്. പുകവലി പാടില്ല, അതൊരു റൂളാണ്. ദെൻ മെത്തേഡാണ് അടുത്തത്. മെത്തേഡ് എന്ന് വെച്ചാൽ വേജ് പേയ്മെൻറ്റിന് പല മെത്തേഡുകളുണ്ട്. ടൈം റേറ്റ് വേജ് പേയ്മെൻ്റ് ഉണ്ട്, പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്. സോ അതിലൊരു മെത്തേഡാണ് ഇത് ടൈം റേറ്റ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ്. സോ മെത്തേഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഇതാണ്. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. താങ്ക് യു.